നമ്മുടെ മക്കൾ ചപ്പാത്തി കഴിച്ച് മടുത്തെങ്കിൽ വൈകുന്നേരം അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ ചപ്പാത്തി ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റിയായ ഒരു ചപ്പാത്തി നൂഡിൽസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, മല്ലിയില, ചെറിയൊരു ക്യാരറ്റ്, ചെറിയൊരു ക്യാപ്സിക്കം അരിഞ്ഞത്, ഒരു 2 സവോള കട്ട് ചെയ്തത്, ഒരു 3 കോഴിമുട്ടയും കൂടെ വേണം. ബട്ടറും വെളിച്ചെണ്ണയുമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ ചപ്പാത്തി, ഇതൊരു 5 ചപ്പാത്തി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച സവോളയും കൂടെ ചേർക്കാം. ഈ സവോളയൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ഒരു അല്പം മാത്രം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചി, പച്ചമുളക് അതും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ക്യാരറ്റും ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് വഴറ്റി കൊടുക്കാം. ക്യാപ്സിക്കത്തിനും ക്യാരറ്റ് ചെറുതായി അരിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതെല്ലാം ഇപ്പോൾ ആയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ 3 മുട്ട ഒരല്പം മാത്രം ഉപ്പും ചേർത്ത് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. തീ സിമ്മിലിട്ട് അതും കൂടെ ഒന്ന് നമുക്ക് ചിക്കി എടുക്കാം. നല്ലതുപോലെ ചിക്കി ഒന്ന് എടുക്കാം. ഇപ്പോൾ ഇത് പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവോള, ക്യാപ്സിക്കം, ക്യാരറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ആ മുട്ടയൊന്ന് വേകുന്ന രീതിയിൽ വരെ ചിക്കി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ആയി വന്നിട്ടുണ്ട്. നമ്മളിതിനകത്ത് വേറെ മസാലയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഇനി നമ്മൾ ഇത് ചപ്പാത്തി ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് നീളത്തിൽ. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഗോതമ്പ് ചപ്പാത്തിയാണ്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾ വൈകിട്ട് വരുമ്പോൾ ഇത് ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും. നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ടൊമാറ്റോ സോസും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതെല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്